ഇടുക്കി അടിമാലിയിൽ ബാങ്ക് ജീവനക്കാരി ചമഞ്ഞ ഭർത്താവിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്ത സംഭവത്തിൽ യുവതിക്കെതിരെ വീണ്ടും കേസ്. അടിമാലി സ്വദേശി അനുഷ ഷാജി തട്ടിയെടുത്തതിൽ പണയം വെച്ചതിൽ 411 ഗ്രാം മുക്കുമണ്ടമാണെന്നാണ് കണ്ടെത്തൽ. കോതമംഗലം പോലീസാണ് മുക്കുമണ്ടം പണയം വെച്ചതിൽ കേസെടുത്തത്. 2019 മുതൽ കോതമംഗലത്തുള്ള ബാങ്കിലെ ജീവനക്കാരിയാണെന്ന് പറഞ്ഞായിരുന്നു അനുഷയുടെ തട്ടിപ്പ്. അതായത് 5 വർഷത്തോളമാണ് ഭർത്താവിനെയും ഭർത്തൃ വീട്ടുകാരെയും ബാങ്ക് ജീവനക്കാരെന്ന് പറഞ്ഞ് പറ്റിച്ചത്. സ്വർണ്ണാഭരണങ്ങൾ ബാങ്കിൽ സുരക്ഷിതമായി വെക്കാമെന്നും അതിൽ നിന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാകുമെന്നും പറഞ്ഞായിരുന്നു അനുഷ തട്ടിപ്പ് നടത്തിയത്. ബാങ്ക് ജോലിക്കെന്ന പേരിൽ വീട്ടിൽ നിന്നും സ്ഥിരമായി അനുഷ പോവുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം ഡിസംബർ 12 മുതൽ അനുഷയെ കാണാതായി. തുടർന്ന് ഭർത്താവ് കോതമംഗലത്തെ ബാങ്കിൽ അന്വേഷിച്ചപ്പോഴാണ് അനുഷ എന്ന പേരിൽ ജീവനക്കാരിയില്ലെന്ന് അധികൃതർ അറിയിച്ചത്. 200 പവനോളം സ്വർണം തട്ടിയതായാണ് പോലീസിന് ലഭിച്ച പരാതി. ഈ സ്വർണം എവിടെയെന്ന ചോദ്യത്തിനിടെയാണ് മുക്കുപണ്ടം പണയം വെച്ച കേസിലും അനുഷ പ്രതിയാകുന്നത്. ഒന്നെങ്കിൽ നിക്ഷേപം നൽകിയ ആളുകൾ അനുഷയെ കബളിപ്പിച്ചു, അല്ലെങ്കിൽ മുക്കുപണ്ടം വെച്ച് പണം തട്ടിയെന്നാണ് പോലീസ് നിഗമനം. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ 14 തവണകളായി മുക്കുപണ്ടം വെച്ച് പണം തട്ടിയെന്നാണ് കോതമംഗലം സ്വദേശി നൽകിയ പരാതിയിൽ പറയുന്നത്. 5 വർഷമായി കുടുംബത്തെയും നാട്ടുകാരെയും വിശ്വസിപ്പിച്ച് സ്വർണ്ണത്തട്ടിപ്പ് നടത്തിയ യുവതിക്കെതിരെ അടിമാലി പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു. യുവതിയെ കാണാനില്ല എന്ന ഭർത്താവിന്റെ പരാതിയിൽ ഡൽഹിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം അടിമാലി പോലീസ് അനുഷയെ കണ്ടെത്തി നാട്ടിലെത്തിച്ചിരുന്നു. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.